പുതിയ ഡിജിറ്റൽ സാമ്പത്തിക സംരംഭങ്ങൾക്ക് അംഗീകാരം നൽകി ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഗ്ലോബൽ ടാലന്റ്, സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് സംരംഭങ്ങൾ. 50ാമത് ICPC വേൾഡ് ഫൈനൽസിന് ദുബായ് വേദിയാകും. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിന്റെ നേതൃത്വത്തിൽ സാങ്കേതിക വികസനത്തിനും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയ്ക്കുമുള്ള ഉന്നത സമിതിയുടെ യോഗം ഇന്ന് ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഗ്ലോബൽ ടാലന്റ്, സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത്. സ്വകാര്യ മേഖലയിൽ ഏജന്റ് AI സ്വീകരിക്കുന്നതിന്റെ തോത് വർദ്ധിപ്പിക്കും. ബിസിനസ് സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾക്കും അംഗീകാരം ലഭിച്ചു. മികച്ച വിദ്യാർത്ഥി പ്രതിഭകളെ ആകർഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രോഗ്രാമിംഗ് മത്സരങ്ങളിലൊന്നായ ഇന്റർനാഷണൽ കോളീജിയേറ്റ് പ്രോഗ്രാമിംഗ് കോൺടെസ്റ്റ് വേൾഡ് ഫൈനൽസിന്റെ 50ാമത് പതിപ്പിന് ദുബായ് ആതിഥേയത്വം വഹിക്കും. ദുബായ് അതിന്റെ വികസന യാത്രയിൽ ഒരു സുപ്രധാന പരിവർത്തനത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നതെന്ന് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. കൃത്രിമ ബുദ്ധി സാമ്പത്തിക അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ബിസിനസ് മത്സരശേഷി ശക്തിപ്പെടുത്തുന്നതിനും കാരണമാകുന്നുവെന്നും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയ്ക്കും ഭാവി വ്യവസായങ്ങൾക്കുമുള്ള ആഗോള കേന്ദ്രമെന്ന നിലയിൽ അതിന്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുബായിലെ 2,95,000 കമ്പനികളെ ശാക്തീകരിക്കുക, അടുത്ത 2 വർഷത്തിനുള്ളിൽ 100 സ്പെഷ്യലൈസ്ഡ് AI അസിസ്റ്റന്റുമാരെ വികസിപ്പിക്കുക, 50 ഏജന്റിക് AI കമ്പനികൾ സ്ഥാപിക്കുന്നതിനെ പിന്തുണയ്ക്കുക എന്നിവ ലക്ഷ്യമിടുന്ന ഏജന്റിക് AI പരിവർത്തന പരിപാടിയുടെ എക്സിക്യൂട്ടീവ് പ്ലാൻ യോഗത്തിൽ ഷെയ്ഖ് ഹംദാൻ അവലോകനം ചെയ്തു. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.